വകുപ്പിലെ ജീവനക്കാരെയുമായി അശ്ലീല സംഭാഷണം നടത്തിയെന്ന ആരോപണത്തിൽ സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ ഓഫീസ് കുരുക്കിൽ. സംഭാഷണം റെക്കോർഡ് ചെയ്ത യുവതി മന്ത്രി ഓഫീസിലെ ചില ഉദ്യോഗസ്ഥരിൽ സമ്മർദ്ദം ചെലുത്തി ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യിച്ചതായും ആരോപണമുയർന്നു. മന്ത്രി ഓഫീസിൽ ഇത് വലിയ പൊട്ടിത്തെറിയായി മാറിയിട്ടുണ്ട്. മന്ത്രി ഓഫീസിൽ നിന്നും ഒരാൾ രാജിവെക്കാൻ സന്നദ്ധത അറിയിച്ചു. വിവാദത്തിൽ കുടുങ്ങിയ എല്ലാവരെയും മുഖ്യമന്ത്രി ഇടപെട്ട് മാറ്റിയേക്കും. മന്ത്രി ഓഫീസിലുള്ളവർക്ക് പ്രവർത്തനചട്ടം CPM നിശ്ചയിച്ചിരുന്നു. ഇതിന് വിരുദ്ധമാണ് സംഭവിച്ചതെല്ലാം. ഇത് സംബന്ധിച്ച് മന്ത്രിയുടെ സ്റ്റാഫിലെ 3 പേരുടെ പ്രവർത്തനങ്ങൾ സംശയാസ്പദമാണെന്നും വിശദാന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ഇന്റലിജൻസ് വിഭാഗം മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകി. ഒരു അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി, അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി, പേഴ്സണൽ അസിസ്റ്റന്റ് എന്നിവർക്കെതിരെയാണ് പരാമർശം. ഇതേ തുടർന്ന് മന്ത്രി ഓഫീസിൽ ഇനിയും തുടരാനാവില്ലെന്ന് കാണിച്ച് സംഭവങ്ങളുമായി ബന്ധമില്ലാത്ത മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി രാജി നൽകിയെങ്കിലും അംഗീകരിച്ചിട്ടില്ല. കോഴിക്കോട് സ്വദേശിയായ പേഴ്സണൽ അസിസ്റ്റന്റ് മന്ത്രിയുടെ അതിവിശ്വസ്തനാണ്. ഈ വിവാദം പിണറായി സർക്കാരിന് തന്നെ തലവേദനയായി മാറും. ഏറെ നാളായി പ്രസ്തുത വകുപ്പിൽ പലതും നടക്കുന്നു, ഒന്നിനും ഏകോപനവുമില്ല. ഇതിനിടയിലാണ് പുതിയ ഹണി ട്രാപ്പ് വിവാദം. ഫോൺ റെക്കോർഡിംഗും മറ്റും നടന്നത് ഓഗസ്റ്റിലാണ്. ജോലി സ്ഥലത്ത് പല പരാതികൾ ഉയർന്നത് കാരണം യുവതിയെ സ്ഥലം മാറ്റിയിരുന്നു. സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റം വേണമെന്നാവശ്യപ്പെട്ട് ഇവർ മന്ത്രിയെയും മന്ത്രിയുടെ ഓഫീസ് ഉദ്യോഗസ്ഥരെയും സമീപിച്ചു. മുമ്പും ഈ ഉദ്യോഗസ്ഥ പലരെയും കുടിക്കുന്ന ആരോപണമുണ്ടായിരുന്നു. ഈ ഉദ്യോഗസ്ഥയാണ് താല്പര്യമുള്ളിടത്ത് സ്ഥലം മാറ്റത്തിന് നീക്കം തുടങ്ങിയത്. പരാതികളുടെ ഗൗരവം കണക്കിലെടുത്ത് ഇവർ ആവശ്യപ്പെട്ട സ്ഥലത്തേക്ക് മാറ്റം നൽകുന്നതിനെ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ എതിർത്തു. പരാതി അന്വേഷിക്കാനും വകുപ്പ് നടപടിയെടുത്തു.